നമസ്കാരം. കഥാസാഗരത്തിൻ്റെ മറ്റൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടർച്ചയായ മൂന്നാം വട്ടമാണ് തിരുവനന്തപുരത്ത് നിന്നും ശബരിമലയിലേക്ക് യാത്ര നടത്തുന്നത്. ആദ്യ 2 വട്ടവും കാര്യവട്ടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചാണ് മലയാത്ര നടത്തിയത്. എങ്കിൽ മൂന്നാം തവണ കെട്ടുനിറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത് ചാറക്കര ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഹനുമാൻ കോവിൽ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നാണ്. ഞായറാഴ്ച പുലർച്ചെ ദർശനത്തിനുള്ള വിർച്വൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. സുഹൃത്തിൻ്റെ വണ്ടിയിൽ മറ്റ് 3-4 സുഹൃത്തുക്കളോടൊപ്പമാണ് ഞങ്ങളുടെ മലയാത്ര. ശനിയാഴ്ച വൈകിട്ട് കെട്ടുനിറച്ച് പുറപ്പെടാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞാനും ശാർക്കരക്കാരൻ സുഹൃത്തും ശാർക്കരയിൽ നിന്നും ബാക്കിയുള്ളവർ തിരുവനന്തപുരത്ത് ശംഖുമുഖത്തു നിന്നുമാണ് കെട്ടുനിറയ്ക്കുന്നത്. ശംഖുമുഖത്ത് നിന്ന് കെട്ടുനിറച്ചവർ ശാർക്കരയിലേക്ക് വരും. പിന്നീട് അവരുടെ കൂടി ഞങ്ങളും യാത്ര തുടരും. സ്വാഭാവികമായും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എനിക്ക് കഴക്കൂട്ടത്തു നിന്ന് ശാർക്കരയിലേക്ക് പോയാൽ മതി. പക്ഷേ ശാർക്കരക്കാരൻ ആളുടെ വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കാമെന്നും അത് കണക്കാക്കി നീ ഇവിടുന്ന് ഇറങ്ങുമെന്നും പറഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ പിരിഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ തന്നെ ഞാൻ കുളിച്ച് ശരണം വിളിയും കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലെ ദേശീയ ഭക്ഷണമായ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വൈകിട്ടത്തെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നു. ഏതാണ്ടൊരു 9-9:30 ശാർക്കരക്കാരൻ സുഹൃത്ത് എന്നെ ഫോണിൽ വിളിക്കുന്നു. നീ ഇതുവരെ ഇറങ്ങിയില്ലേ? നീ രാവിലെ തന്നെ ഇങ്ങ് വാ, ഇവിടെ എല്ലാം റെഡിയാ. വെറുതെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്നേഹക്കൂടുതലോടുള്ള ആ വിളിയിലെ ചതി ഞാൻ മനസ്സിലാക്കിയില്ല. ബാഗും പാക്ക് ചെയ്ത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഇറങ്ങി. കഴക്കൂട്ടത്തു നിന്ന് മാറ്റിങ്ങിലേക്കും അവിടെ നിന്ന് ചിറയൻകീഴിലേക്കും ഞാൻ ബസ്സുകൾ കയറി എത്തി. അപ്പോഴേക്കും എന്നെ കൂട്ടാൻ തനി ആ നാട്ടുകാരനായി എൻ്റെ കൂട്ടുകാരൻ ബൈക്കിലെത്തി. കാവിമുണ്ടും ബൈക്കിൽ ഹെൽമറ്റില്ലാത്ത യാത്രയുമാണ് തനി ആ നാട്ടുകാരനാക്കുന്നത് എൻ്റെ സുഹൃത്തിനെ. അങ്ങനെ സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറി വീട്ടിലെത്തി. വീട്ടുകാരെ പരിചയപ്പെട്ടു. ഒരു ചായ കിട്ടി, കുടിച്ചു. പിന്നെ എന്നെ കൂട്ടി ഒരു ബൈക്ക് റൈഡായിരുന്നു. ചിറയൻകീഴിനെ പരിചയപ്പെടുത്തി. ശാർക്കര അമ്പലം ചുറ്റിയുള്ള യാത്ര. അതിനിടയിൽ പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ കയറി കെട്ടുനിറയ്ക്ക് ആവശ്യമായ സാധനങ്ങളുടെ വിലകൾ തിരക്കി. വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരികെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. വീട്ടിലെത്തി ബൈക്ക് സ്റ്റാൻഡിലേക്ക് നിർത്തിക്കൊണ്ടൊരു ചോദ്യമായിരുന്നു. തേങ്ങയ്ക്ക് എന്നാ വിലയല്ലടാ. സത്യമാണ്, ഇരുമുടിയിൽ വയ്ക്കാനായി കടക്കാർ തീരെ ചെറിയ തേങ്ങയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതിന് ഒന്നിന് തന്നെ ഏതാണ്ട് 50-60 രൂപ വിലയാണ് അവർ മേടിക്കുന്നത്. അമ്മ, ഇവിടെ തേങ്ങ വല്ലതും കിടപ്പുണ്ടോ? ഇവിടെ തേങ്ങയുണ്ട്, എവിടുന്ന് എടുക്കാം അല്ലേടാ? എന്നെ നോക്കിക്കൊണ്ട് രണ്ടാമത്തെ ചോദ്യം വന്നു. ഞാൻ എന്തായാലും ശരിയെന്നുള്ള രീതിയിൽ തലയാട്ടി. എന്നെ കൂട്ടി അയാൾ വീടിന് പിന്നിൽ തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നിടത്തേക്ക് നടന്നു. പാരയെടുത്ത് സുഹൃത്ത് ആദ്യ തേങ്ങ പൊതിച്ചു. വെറുതെ നോക്കി നിൽക്കുന്നത് മോശമല്ലേന്നോർത്ത് ഇനി ഞാൻ പൊതിക്കാമെന്ന് പറഞ്ഞ മാത്രയിൽ അടുത്തൊരു തേങ്ങയും ആ പാരയും എൻ്റെ മുന്നിലേക്ക് നീങ്ങി. 6 തേങ്ങയല്ലേ വേണ്ടുള്ളൂ, ഇനി 5 കൂടി മതിയല്ലോ. ഞാൻ മനസ്സിലോർത്തുകൊണ്ട് ആദ്യ തേങ്ങ പൊതിച്ചു. ആ തേങ്ങ ഞാൻ സുഹൃത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ തേങ്ങ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് ഇതിത്തിരി വലുതാ, അടുത്തെടുക്കാമെന്ന് പറഞ്ഞ് ആ തേങ്ങ സുഹൃത്ത് അടുക്കളയിലേക്ക് തട്ടി. ഞാൻ അടുത്ത തേങ്ങ പൊതിച്ചു. ഇയാളിത് എന്തോന്ന് കാണിക്കുന്നതെന്ന് മനസ്സിലുണ്ടെങ്കിലും മുഖത്ത് ചിരിച്ചുകൊണ്ട് നിന്ന നിൽപ്പിൽ ഞാൻ 30 തേങ്ങ അങ്ങ് പൊതിച്ചു തീർത്തു. ഒരു ബംഗാളിയെ വിളിച്ചാൽ ഒരു ദിവസത്തെ കൂലി കൊടുക്കണ്ടേ? ഇതാകുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ. തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങളാരും സുഹൃത്തിൻ്റെ വീട്ടിൽ കയറിയില്ല. ഞാൻ കൂടെയുള്ളവരോട് ഈ ചതിയെപ്പറ്റി പറഞ്ഞിരുന്നു. തിരിച്ചു വരുമ്പോൾ ആളുകൾ കൂടുതലുണ്ടാകുമെന്ന് മനസ്സിലാക്കി അയൽപക്കത്തു നിന്നൊക്കെ പുള്ളി വീട്ടിലേക്ക് തേങ്ങ കൊണ്ടുവന്നിട്ടിരുന്നു എന്നാണ് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരം.